ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ ജാക്കിക്ക് വെള്ളം കണ്ട പ്രാന്താണെന്ന്. വെള്ളം കാണുമ്പോഴുള്ള അവൻ്റെ സന്തോഷവും വെള്ളത്തിൽ കളിക്കാനുള്ള അവൻ്റെ താല്പര്യമൊക്കെ ഇന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയൊക്കെ കരുതിയാണ് ഞങ്ങളിന്ന് ഇറങ്ങിയേക്കുന്നത്. ഇതിനിടയ്ക്ക് അവൻ്റെ കഴുത്തിൽ നിന്ന് ബെൽറ്റ് ഒന്ന് ഊരിപ്പോയിരുന്നേ. ഇത് കണ്ടതും അവൻ്റെ പിറകെ വന്ന 2 പേരുണ്ടല്ലോ, അവരപ്പോഴേ വലിഞ്ഞു കേട്ടോ. പിന്നെ ഇവൻ്റെ സ്വഭാവം വെച്ച് ചേട്ടനെ വിട്ട് ദൂരേക്കൊന്നും പോകാറില്ല. പിന്നെ എന്തിനാ ബെൽറ്റ് എന്ന് ചോദിച്ചാൽ വല്ല പട്ടിയോ പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ അവൻ്റെ പിറകെ ഓടാൻ വയ്യാത്തതുകൊണ്ടാണ്. പോരാത്തതിന് വഴിയെ പോകുന്നവർ പേടിക്കണ്ടല്ലോ. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ വയലാണ് കേട്ടോ. വയലൊരു ചെറിയ തോടാണേ, അല്ലാതെ വലിയ തോടൊന്നും നമ്മുടെ ഈ നാട്ടിലൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇവൻ്റെ ഈ കുളി അവനും ഞങ്ങളും ഒരുപോലെ ആസ്വദിക്കാറുണ്ട്. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ ഇതാണേ, അപ്പം ഞാൻ ആ പറഞ്ഞ ചെറിയ തോട് മൊത്തം വെള്ളത്തിൽ തോട്ടിൽ മുഴുവൻ ഫുള്ള് കാടൊക്കെ കയറി അങ്ങനെ കിടക്കുവാണേ. മുന്നേ നമ്മളവനെ കൊണ്ടുവന്നപ്പോൾ ഇത്രയും കാടൊന്നും ഇല്ലായിരുന്നു, നല്ലതുപോലെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ആൾക്ക് നീന്തിപ്പോകാനൊക്കെ നല്ല സൗകര്യമായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടനും അവനും കൂടെ വന്ന് കുറേ നാളായി അവനെ കൊണ്ടുവന്നിട്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കുക കേട്ടോ, എല്ലായിടമൊക്കെ ഒന്ന് നോക്കി പരിശോധിച്ചിട്ട് ആളിപ്പോൾ വരും കേട്ടോ. ആൾ വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്തായാലും ചാടി ഇറങ്ങിയിട്ടുണ്ട്. എന്തോ പരതുക, പതുക്കെ പോകുന്നുണ്ടേ. നടന്ന് ജസ്റ്റ് കുറേ നാളായില്ലേ ഇറങ്ങിയിട്ട്. മൊത്തം കാട് പിടിച്ചിടക്കുന്നതുകൊണ്ട് ആൾക്ക് നീന്താനൊന്നും അങ്ങോട്ട് നല്ലതായിട്ട് പറ്റുന്നില്ല കേട്ടോ. മറ്റേത് ഇവിടെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾ അങ്ങറ്റം ഒരു ചാട്ടവും ബഹളമൊക്കെയാണ്. ഇത് ഫുള്ള് കാട് കയറി കിടക്കുന്നതുകൊണ്ട് ആൾക്ക് പോകാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോവുകയാണ്. അങ്ങോട്ടൊക്കെ ഫുള്ള് കാടായതുകൊണ്ട് ആൾ തിരിച്ചു വരും കേട്ടോ. അതേപോലെ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് അകത്താക്കുന്നുണ്ട്. നോക്കി വെള്ളമൊക്കെ കുടിച്ചാണ് കേട്ടോ വരുന്നത്. മുന്നേ വരുമ്പോഴത്തേക്കും ഇവിടെ നിറയെ വെള്ളം ഉള്ളതുകൊണ്ട് നല്ലതുപോലെ നീന്താനൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പിച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നീന്താതെ ആളിങ്ങനെ നടന്ന് വരുന്നത്. പിന്നെ അതിൻ്റെ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് നല്ലതുപോലെ വെള്ളം കുറച്ച് കെട്ടി കിടക്കുന്നുണ്ടോ, അവിടെ ഇറക്കി കേട്ടോ. ചേട്ടൻ കൂടെ ഇറങ്ങി. അപ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചേട്ടൻ്റെ കൂടെ പോകാനുള്ള ഇതാണ് കേട്ടോ നോക്കുന്നത്. വെള്ളത്തിൽ നമ്മൾ കുറച്ച് നാളായി ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ടോ നല്ലതുപോലെ നീന്തി പോകുന്നത്. അപ്പുറത്തോട്ട് കുറച്ച് വെള്ളം കുറവാണ്. അതുവഴി ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇപ്പുറത്തോട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴത്തന്നെ കണ്ടോ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തായാലും നോക്കി നിന്നിട്ട് ഞാനിങ്ങോട്ട് വിളിച്ചിട്ട് വരാതെ നോക്കി നിൽക്കുക. അവസാനം എന്തായാലും ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഓടി വന്നു. പക്ഷെ കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വന്നപ്പോഴത്തേക്കൊന്ന് വീണു. പിന്നെ തോട്ടിലെ വെള്ളത്തിലൊന്നും കിടന്ന് ചാടിയെന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അതേപോലെ കെട്ടാറില്ല. നാളെ നമ്മൾ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കെട്ടത്തുള്ളൂ കേട്ടോ. വെള്ളം അങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ മൊത്തം ഫുള്ള് തോട്ടിൽ കിടന്ന് ചാടുമ്പോഴത്തേക്കും ഫുള്ള് ചെളിയായിട്ടായിരിക്കും പിന്നെ തിരിച്ച് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് നല്ല വൃത്തിയായിട്ട് നല്ലപോലെ കുളിപ്പിച്ച് റെഡിയാക്കും ആളെ. പിന്നെ കുളിക്കുന്നതിനൊന്നും ഒരു മടിയില്ല, എങ്ങനെ വേണമെങ്കിലും കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നരും. 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് നമ്മളവനെ കുളിപ്പിക്കുന്നത്. പിന്നെ കുളിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല, ആർക്ക് വേണമെങ്കിലും വന്ന് അവനെ കുളിപ്പിക്കാം. കെട്ടുപോലും വേണ്ട, നല്ലപോലെ നിന്നരും. ഭയങ്കര ഇഷ്ടമാണ് അവന് കുളിക്കുന്നതിന്. കുളിപ്പിക്കുന്നതിനിടയ്ക്ക് വെച്ച് ഫുള്ള് വെള്ളവും ചേട്ടൻ്റെ പുറത്ത് കുടഞ്ഞിടുന്നുണ്ടേ. അടുത്ത കൂട്ടിനകത്ത് നമ്മുടെ ടോണിയാണേ കിടക്കുന്നത്. അപ്പോൾ ടോണി നിന്ന് ഇങ്ങനെ നോക്കുവാണ് ഇവനെ കുളിപ്പിക്കുന്നത്. അവനും വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവനെ ഞങ്ങൾ തോട്ടിലൊന്നും അങ്ങനെയൊന്നും കൊണ്ട് ഇറക്കാറില്ല. കാരണം അവൻ്റെ ബോഡി ഫുള്ള് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷവറിലൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് കുളിമുറിയിലോട്ടൊന്ന് കയറിയേ. ഷവറിൻ്റെ മുമ്പ് അങ്ങനെ നിന്ന് കുളിക്കുന്നുണ്ടോ, എന്ത് അനുസരണമുള്ള കുട്ടിയെ പോലെ നിന്ന് കുളിക്കുന്നത്. ഇനി കുളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ കെട്ടിട്ടോ. താഴെ ഗേറ്റിൻ്റെ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ആൾ മൊത്തം മണ്ണാക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കെട്ടിയിടുന്നത്. ഇതാകുമ്പോഴത്തേക്കും അവൻ ഇവിടെ അടങ്ങി കിടന്നോളും. ഇനി ഉണങ്ങിയിട്ട് താഴോട്ട് ഇറക്കത്തുള്ള ആളാണ്. അതുവരെ ഒരു ശല്യവും ഇല്ലാതെ അവിടെ തന്നെ കിടന്നോളും, ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ.